Lighten up, take me on your magic river. Tell me all your ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ വിത്ത് മീ ആവാം. ഫുൾ ഡേ അല്ല, ഒരു ഹാഫ് ഡേ വിത്ത് മീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാധാരണ നമ്മൾ ജേണൽ വിത്ത് മീ ഒക്കെയാണല്ലോ ചെയ്യല്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നൊരു ഡേ വിത്ത് മീ ആക്കാന്ന്. അപ്പൊ എന്തായാലും വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ച് ഒന്ന് പ്ലാൻ ഒക്കെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന്. പ്ലാനിങ് എന്ന് പറഞ്ഞാല് ടു ഡു ലിസ്റ്റ് ഒക്കെ ഇതിനെ പോലെ ഈ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം ആക്കണം, പിന്നെ ഇന്ന് എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി ഈ ബുക്കൊക്കെ ഞാൻ ഈ മന്തിൽ വായിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ബുക്കാ ഇതാണ്, ആൽഫ. ചെറിയ ബുക്കാണ്, ഇതിലാകെപ്പാടെ 118 പേജേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നലെ ഈ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നൈറ്റ് ഞാൻ ഒരു 112 പേജസ് വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ആകെ കുറച്ച് പേജേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ബാക്കി അറിയാനുള്ള ആ ഒരു ത്വര ഉണ്ടാവുമല്ലോ, അത് കാരണം ഇപ്പൊ തന്നെ ബാക്കി കൂടെ വായിക്കാന്ന് കരുതി. അങ്ങനെ ഫൈനലി ആ ബുക്ക് വായിച്ചു കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ പുതുതായിട്ട് ഒരു ജേണൽ സെറ്റ് ഉണ്ടാക്കിനല്ലോ. അപ്പൊ അതിലുള്ള ഈ ഒരു ജേണൽ ബുക്കിലെ ഫസ്റ്റ് പേജ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ചെയ്യാ വിചാരിച്ചിട്ട് ആ പേജ് എടുത്തു വെച്ചതേനി കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ ഓൾറെഡി 2-3-4 പേജസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ഫ്രണ്ട് പേജ് എനിക്കൊരു ഐഡിയ ഉണ്ടേനി ഇങ്ങനെ ചെയ്യാന്ന്. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കുറച്ച് ഐഡിയാസ് ഒക്കെ കണ്ടിട്ടുണ്ടേനി. പക്ക അതേപോലെയല്ല, മീൻസ് ഐഡിയ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് പേജിൽ നമ്മളെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോളറോയിഡ് പിക്ചർ ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണത്, നമ്മളെ പേര്, പിന്നെ അതേമാതിരി ജേണല്, പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ ഇയർ ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ജേണൽ ബുക്കിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പേജിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഐഡിയ ഒക്കെ പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പിങ്ക് വെക്കണോ അതോ ഈ ഒരു റെഡ് കളർ വെക്കണോന്ന്, ഇനി ഞാൻ ലാസ്റ്റ് പിങ്ക് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ എൻ്റെ തന്നെ ഈ ഒരു പിക്ചറാണ് ഞാൻ ഇതിൽ ഒട്ടിക്കുന്നത്. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് ഞാൻ ഒന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇനി ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതിയല്ലോ. അപ്പൊ ഈ ഒരു പിക്ചർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിന്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഇതിൽ കുറെ സ്റ്റിക്കേഴ്സ് സൈഡിലൊക്കെ ആയിട്ട് വെച്ചു കൊടുത്തല്ലോ. അപ്പൊ ഇതേപോലെയാണ് കേട്ടോ. ഈ സ്റ്റിക്കേഴ്സ് ഒന്നും ഒട്ടിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. പിന്നെ അതിൽ തന്നെ എൻ്റെ പേര്, പിന്നെ അതേപോലെ ജേണലിനും കൂടി ആ ഒരു പേപ്പർ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ആൽഫബറ്റ് പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിലോ, അപ്പൊ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി അതില്ലെങ്കിൽ ഇതേപോലെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമ്മളെ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ സ്റ്റാമ്പ് വെച്ചിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് എഴുതി കൊടുത്താലും മതി. പിന്നെ ഞാൻ ആ ഒരു പാറ്റേൺ പേപ്പർ രണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സൈഡാക്കിയിട്ട് ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട് ഇനി. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ മേലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പോളറോയിഡ് പിക്ചേഴ്സ്, പിന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ്, ആൽഫബറ്റ്സ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിക്കറൊക്കെ ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഈ ഒരു ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇയർ ഞാൻ ഇവിടെ അടിയിലായിട്ട് പെന്ന് വെച്ചിട്ടാട്ടോ എഴുതി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ 2025 ഇതേപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മളെ ഫ്രണ്ട് പേജ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതേപോലെ ജേണലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജിൽ ഇതേപോലെ നിങ്ങളെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ അടിപൊളിയാക്കി കൊടുക്കാട്ടോ. പിന്നെ ഈ ഒരു ജേണൽ സെറ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വാച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സപ്ലൈസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാലോ. ഇനി നമുക്ക് കുറച്ച് പെട്ടി പൊട്ടിക്കലാവാം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 3 പ്രോഡക്റ്റ്. അപ്പൊ അതെന്തൊക്കെയാ നോക്കാട്ടോ. ആദ്യത്തേത് ഈ ഒരു നൈറ്റ് ഡ്രസ് ആണ് കേട്ടോ.
ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാന്. നമ്മളൊരു പിൻട്രസ്റ്റി ലുക്ക് എന്നൊക്കെ പറയല്ലോ, ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ആ ഒരു വൈബൊക്കെ തരുന്ന ഒരു നെറ്റ് ഡ്രസ്സാണ്. ഇടാനും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ബ്ലാക്കില് ഈ ഒരു ഡാർക്ക് പിങ്കില് ചെറിയ ചെറിയ ആർട്ട് വരുന്ന ഒരു കുപ്പായമാണ്. ഇതിന്റെ പാന്റിലും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുപ്പായം പാന്റ് അങ്ങനെ സെറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതേ സെയിം സാധനം ഞാൻ മീഷോയിൽ ഒരു 420 480 ആ ഒരു പ്രൈസിനൊക്കെ കണ്ടിട്ടുണ്ടേനി. പക്ഷെ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പിൽ നിന്നാണ്. ഞാൻ മേടിക്കുമ്പോൾ ഇതിന് 357 ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടേനി, പക്ഷേ എനിക്ക് അതിനെക്കാട്ടി കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു പിങ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രൈപോഡ് ആണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവണം, എന്നാലും മസ്റ്റായിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു ട്രൈപോഡ് മേടിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടേനി ഷോർട്സ് ആയിട്ട്. അപ്പം അന്ന് ലൈറ്റ് ഇല്ലേനി. അപ്പം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തിട്ട് വേറൊന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 180 രൂപയേ ആവണുള്ളൂ. എന്തുകൊണ്ടും നമുക്ക് ആ ഒരു പൈസക്ക് ഈ ഒരു സാധനം വെർത്താണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് ചാർജ് ചെയ്യാനുള്ള ചാർജർ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് വാൾപേപ്പർ ആണ് കേട്ടോ. എൻ്റെ ടാബിളിന് ഞാൻ ഓൾറെഡി വിരിച്ചിട്ടുള്ളത് ആ ഒരു പേപ്പറാണ് കേട്ടോ. വിരിച്ചിട്ട് മീൻസ് ഇതൊരു സ്റ്റിക്കറാണ്, നമുക്കിങ്ങനെ ഒട്ടിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ടാബിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുതാണ്. അതുകൊണ്ട് ഞാൻ അന്ന് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു 350 ആ ഒരു പ്രൈസ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒട്ടിക്കാനൊന്നും അറിയില്ല ഇനി. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ബബിൾസ് ഒക്കെ വന്ന് നല്ല കൊളായിട്ടുണ്ട്. ചില ഭാഗങ്ങൾ മാത്രം നല്ലതുള്ളൂ. അപ്പൊ ഞാനിനി ഈ ഒരു ടാബിൾ മാറ്റിയിട്ട് വേറൊരു ചെറിയ ടാബിൾ ആക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മീഷോന്ന് മേടിച്ചതാണ്. ഇതിന് പ്രൈസ് വരുന്നത് വെറും 120 രൂപയേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്നതൊക്കെ ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാരി വലിച്ചിട്ടതേനി കേട്ടോ. അപ്പൊ ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.